The next problem. Determine the main dimensions of the stator core, number of stator slots and stator conductors per slot of a three-phase star-connected 8-pole alternator rated at 300 kVA, 3300 volt, 50 Hz, AC equal to 28,000 and B average equal to 0.6 Web per meter square. Assume a square pole face with pole arc by pole pitch ratio equal to 0.65. ഇപ്പോൾ ഇവിടെ മെയിൻ ഡയമെൻഷൻസ് വേണം, ഡിയും എല്ലും കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ ദ മെയിൻ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഡി, ക്യാപിറ്റൽ ഡി ആൻഡ് ക്യാപിറ്റൽ എൽ ഓഫ് ദി stator of the core of an alternator, star-connected alternator, then number of stator slots വേണം and stator conductors per slot for a three-phase star-connected 8-pole alternator synchronous machine rated at 300 kVA, 3300 volt, 50 Hz. ഇവിടെ എ സി സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ 28,000, സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ 0.6 വെബ് പെർ മീറ്റർ സ്ക്വയർ. അസ്യൂം എ സ്ക്വയർ പോൾ ഫേസ്, നേരത്തെ പോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്ക്വയർ പോൾ ഫേസ് എന്താണെന്ന് പറഞ്ഞിരുന്നു, വിത്ത് പോളാർക്ക് ബൈ പോൾ പിച്ച് റേഷ്യോ ഈക്വൽ ടു 0.65. തന്നിട്ടുള്ള സംഗതികളെല്ലാം കുറിക്കുക. എന്നാൽ നമുക്ക് പിന്നെ C0 കണ്ടുപിടിക്കാം. 11 kW ഇൻറ്റു ബി ആവറേജ് ഇൻറ്റു AC ഇൻറ്റു 10⁻⁻3. അപ്പം C0 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു 11 ഇൻറ്റു ബി ആവറേജ് തന്നിട്ടുണ്ട് 0.6. അപ്പോൾ ഇത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇവിടെ കുറിക്കണം സിമ്പിൾസ് വെച്ച്. അപ്പോൾ ഇവിടെ ബി ആവറേജ് 0.6, AC 28,000, KW തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വി അസ്യൂം ഇറ്റ് ആസ് 0.955 ഇൻറ്റു 10⁻⁻3. അപ്പോൾ അത് 176.48 എന്ന് കിട്ടി. ദ കോൺസ്റ്റൻറ്റ് C0. NS സിംഗണസ് സ്പീഡ് ഇൻ RPS 2F/P ആണ്. ഇവിടെ P എന്ന് പറയുന്നത് 8 പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, P തന്നിട്ടുണ്ട് 8 പോൾ. അപ്പം 2 ഇൻറ്റു F 50 ഹെർട്സ് ആണ്. അപ്പോൾ 2F/P is 12.5 revolutions per second. Q equal to 300 kVA. Q equal to 300 kVA. അപ്പോൾ ഇതിൽ നിന്ന് ബട്ട് Q ഈസ് ഈക്വൽ ടു C0 D square L ഇൻറ്റു NS. അതിൽ നിന്ന് D square L നമ്മളെപ്പോഴും കണ്ടുപിടിക്കുന്ന മാതിരി D square L കണ്ടുപിടിച്ചു. ഇസ് Q ബൈ C0 NS. D square L സമം Q ഡിവൈഡഡ് ബൈ Q. Q ഈസ് 300 kVA ആണല്ലോ. Q ഈസ് 300 kVA ഔട്ട്പുട്ട് ഓഫ് ദ മെഷീൻ. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 176.48 ഇൻറ്റു 12.5 ഈക്വൽ ടു 0.136. അപ്പം D square L കിട്ടി. D square L ഇനിയിപ്പം ഡിയും എല്ലും സെപ്പറേറ്റ് ചെയ്യണം. അതിനെന്താ തന്നിരിക്കുന്നത്? പോൾ ആർക്ക് ബൈ പോൾ പിച്ച് ഈക്വൽ ടു 0.65. ഓൾസോ ദ പോൾ ഫേസ് ഈ സ്ക്വയർ പോൾ ഫേസ് കണ്ടില്ലേ, സ്ക്വയർ പോൾ ഫേസ് ലെങ്ത്, ഇത് പോൾ ഫേസ് പോൾ ആർക്കും പോൾ ലെങ്ത്തും ഈക്വൽ ആകുമ്പോൾ, പോൾ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും മെഷീൻ്റെ ലെങ്തിന് സെയിം ആയിരിക്കും. അപ്പം പോൾ ലെങ്ത് മെഷീൻ്റെ ലെങ്തിന് സെയിം ആയിരിക്കും. അപ്പോൾ പോൾ ആർക്ക് ഈ പോൾ ആർക്കും ദിസ് ഇസ് കാൾഡ് ദ പോൾ ആർക്കും ഈ പോൾ ലെങ്തും ഈക്വൽ ആകുമ്പോഴാണ് സ്ക്വയറായിട്ട് വരുന്നത്. സ്ക്വയർ അപ്പം എപ്പോഴും പോൾ ലെങ്ത് എന്ന് പറയുന്നത് മെഷീൻ്റെ ലെങ്തും ആയിരിക്കും. അപ്പം പോൾ ആർക്ക് ദ പോൾ ഫേസ് ഈസ് സ്ക്വയർ, ദാറ്റ് ഈസ് പോൾ ആർക്ക് വിൽ ബി ഈക്വൽ ടു കോർ ലെങ്ത്. അപ്പം ചുരുക്കത്തിൽ പോൾ ആർക്ക് ബൈ പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എൽ ബൈ പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ πD ബൈ പി ആണ്, πD ബൈ പി. അപ്പോൾ എൽ ബൈ ടോ πD ബൈ പി, എൽ ബൈ 0.6 πD ബൈ പി ഈക്വൽ ടു 0.65. അത് ഫ്രം ദാറ്റ് വി ക്യാൻ ഗെറ്റ് എൽ ഈക്വൽ ടു 0.65 ഇൻറ്റു πD ബൈ പി. പി ഇവിടെ 8 എന്ന് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഹാവ് എ റിലേഷൻഷിപ്പ് ഫോർ എൽ ഇൻ ടേംസ് ഓഫ് ഡി. സോ വി ഗോട്ട് L ഈക്വൽ ടു 0.255D എന്ന് കിട്ടും. വി ക്യാൻ ഗെറ്റ് L ഈക്വൽ ടു 0.255D. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ D square L, D square L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D square L എത്രയാണ്? D square L ഈസ് 0.136. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ D square L, D square ഇൻറ്റു L എന്ന് പറയുന്നത് 0.255D, 0.136. So D is equal to cube root of this, which equals 0.811 meter, and L equal to 0.206.
So the values of D and L are computed like this. ഡിയുടെ എല്ലിൻ്റെ വാല്യൂ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി എത്ര കിട്ടി? ഡി ഈസ് ഈക്വൽ ടു 0.811 മീറ്റർ എന്നും എൽ എന്ന് പറയുന്നത് 0.206 എന്നും. ഇനി എന്താണ് ഇനി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് സ്റ്റേറ്റസ് ലോഡ്സ്. ദ നമ്പർ ഓഫ് സ്റ്റേറ്റസ് ലോഡ്സ്. So again, for finding out the number of status loads, the status loads may vary from 2 to 4. ഒന്നുകിൽ 2 ആകാം, 3 ആകാം, 4 ആകാം. അപ്പം we prepare a tabulation like this. Status loads per pole per phase. അത് 2 ആകുമ്പോൾ എത്ര സ്ലോട്ട്സ് വരും? എസ് എത്ര വരും? 3 ആകുമ്പോൾ എത്ര വരും? 4 ആകുമ്പോൾ എത്ര വരും? അപ്പോൾ 2 ആകുമ്പോൾ എത്ര വരും? 2 ഇൻറ്റു 3. കാരണം ഓരോ ഫേസിനുമാണ് 2. അപ്പം 3 ഫേസിനും കൂടെ 2 ഇൻറ്റു 3. അങ്ങനെ 8 പോളുണ്ട്. 8 പോൾ. അപ്പോൾ ഇത് 48 എന്ന് ഇവിടെ വരും. 2 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് 2 ആകുമ്പോൾ മൊത്തം സ്ലോട്ട്സ് 48 വന്നേ പറ്റുള്ളൂ. അതേപോലെ 3 ആകുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 8 പോളുള്ളതുകൊണ്ട് 3 ഇൻറ്റു 3 ഇൻറ്റു 8. അപ്പം 3 ഇൻറ്റു 3 ഇൻറ്റു 8 എന്ന് 72. അപ്പം സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് 3 ആണെങ്കിൽ ഇത് 72 വരും. 4 ആണെങ്കിലോ ഈസ് 4 ഇൻറ്റു 3, 3 ഫേസിനും കൂടി 4 ഇൻറ്റു 3 ഇൻറ്റു 8 പോൾസ് ആർ ദെയർ. അപ്പോൾ ഇൻറ്റു 8. അപ്പം 4 ഗുണം 3 12 ഗുണം 8 96. അപ്പോൾ ഈ കേസിൽ 48, 72, 96 ഇതൊക്കെയാണ് വാല്യൂസ്. ഇനി നമ്മൾ ആദ്യം കുറഞ്ഞെടുത്തുനിന്ന് തുടങ്ങി. വെൻ എസ് ഇസ് ഈക്വൽ ടു 48, വെൻ ദ സ്റ്റേറ്റസ് ലോഡ്സ് ഈക്വൽ ടു 48, സ്ലോട്ട് പിച്ച് എത്രയാണ്? സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ പൈ ഡി ബൈ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ്. പൈ ഡി ആ ചുറ്റളവ്. ഡി എന്ന് പറയുന്നത് നമുക്ക് 0.811 മീറ്റർ എന്നാണ് കിട്ടി. അപ്പോൾ സെൻറ്റിമീറ്ററിൽ എടുക്കുന്നു. അപ്പോൾ 81.1 സെൻറ്റിമീറ്റർ. പൈ ഇൻറ്റു 81.81 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 48, 5.3. അപ്പം ഇത് 3.3 kV മെഷീനാണ്. ദിസ് 3300 വോൾട്ട്സ്. ദിസ് 3300 വോൾട്ട്സ് മെഷീൻ. 300 kVA, 300 kV and 3300. അപ്പം 3.3 kV ആണ്. 3.3 kV ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ബി ഇവിടെ നമുക്ക് 5.3. അപ്പോൾ അത് കുറഞ്ഞ് വരണം. ലെസ് ദാൻ 4 സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ സ്ലോട്ട് പിച്ച് 5.3 വന്നാൽ പറ്റത്തില്ല. ഫോർ 3.3 kV സ്ലോട്ട് പിച്ച് ഷുഡ് ബി ലെസ് ദാൻ 4 സെൻറ്റിമീറ്റർ. സ്ലോട്ട് പിച്ച് ഷുഡ് ബി ലെസ് ദാൻ 4. അപ്പം സ്ലോട്ട് പിച്ച് കുറയ്ക്കാൻ എന്താ മാർഗം? സ്ലോട്ട് പിച്ച് കുറയ്ക്കാൻ അപ്പോൾ വി ഹാവ് ടു സെലക്ട് എ ഹയർ നമ്പർ ഓഫ് സ്ലോട്ട്സ്. സോ നെക്സ്റ്റ് ഓപ്ഷൻ, ലെറ്റ് us try with the SS equal to 72. So select SS equal to 72. അപ്പോൾ ഇവിടെ സ്ലോട്ട് പിച്ച് സമം YS സമം, again the diameter is 81.1 centimeter, pi d by total number of slots 72 അപ്പം വരുന്നത്. അപ്പോൾ ഇവിടെ 3.5 സെൻറ്റിമീറ്ററിന് വരുള്ളൂ സ്ലോട്ട് പിച്ച്. സ്ലോട്ട് പിച്ച് ഈസ് ഫോർ KV ratings above 3 we can have 4 centimeter slot pitch up to 4 centimeter. അപ്പോൾ ഇത് ആ ലിമിറ്റിനുള്ളിലാണ്, 3.5 വരുന്നുള്ളൂ. സോ ദിസ് ഈസ് അക്സെപ്റ്റബിൾ. ഹെൻസ് ദിസ് ഈസ് അക്സെപ്റ്റബിൾ. സോ നമ്പർ ഓഫ് സ്റ്റേറ്റസ് സ്ലോട്ട്സ് ഈക്വൽ ടു 72 ഈസ് അക്സെപ്റ്റബിൾ. ആൻസർ 72 SS സ്റ്റേറ്റസ് സ്ലോട്ട്സ്. അപ്പം ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി we have EPH ഈക്വൽ ടു സ്ലോട്ട്സ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ വരുന്നു എന്നുള്ളത് അത് കണ്ടുപിടിക്കണം. അത് ഈ റിലേഷൻ ചെയ്യുന്ന വോൾട്ടേജ് ഇക്വേഷൻ EPH ഈക്വൽ ടു 4.44 kW ഇൻറ്റു F ഇൻറ്റു 5 TPH. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് TPH ഈക്വൽ ടു EPH ഡിവൈഡഡ് ബൈ 4.44 kW ഇൻറ്റു F5. F5 എത്ര വരും? 5 കണ്ടുപിടിക്കാൻ വേർ 5 ഈസ് ഈക്വൽ ടു B ആവറേജ് ഇൻറ്റു പൈ DL ബൈ P. ഈ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുള്ള 5. ഫ്ലക്സ് പെർ പോൾ കണ്ടുപിടിക്കാൻ ബി ആവറേജ് തന്നിട്ടുള്ളതാ 0.6 ഇൻറ്റു പൈ DL. ഡിയും എല്ലും ദ കമ്പ്യൂട്ടഡ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P8 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫ്ലക്സ് ഈക്വൽ ടു 0.039 വെബർ. അപ്പോൾ ആ ഫ്ലക്സ് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. we can get TPH equal to 230.9. അപ്പം 230.9 എന്നുള്ളതിന് പകരം നമ്മൾ 230 എന്നും പറഞ്ഞെടുക്കുന്നു. സെയിം ദ ടേൺസ് പെർ ഫേസ്. അപ്പോൾ ടോട്ടൽ കണ്ടക്ടേഴ്സോ 6 TPH ആണ്.
Z is total conductors. This is total conductors. അപ്പോൾ ടോട്ടൽ കണ്ടക്ടേഴ്സ് Z, മൊത്തമുള്ള കണ്ടക്ടേഴ്സ് ടോട്ടൽ കണ്ടക്ടേഴ്സ് Z ഈക്വൽ ടു 6 TPH. ആ റിലേഷൻഷിപ്പ് നേരത്തെയൊക്കെ പല പ്രാവശ്യം പറഞ്ഞുള്ളതാണ്. 6 ഇൻറ്റു ടേൺസ് പെർ ഫേസ് 230, 1380 എന്ന് കിട്ടും. അപ്പം ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടർ, ദ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് ഈസ് 1380 ഡിവൈഡഡ് ബൈ 72 ഇസ് 19.16. അപ്പോൾ ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 19.16. അത് ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ഇറ്റ് എസ് 20, ഒരു തൊട്ടടുത്ത ഈവൻ നമ്പർ 20. 19.16 ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 20 ദി കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടർ ഈവൻ നമ്പറായിട്ടിരിക്കുന്നതാണ് നല്ലത്, 20. അപ്പോൾ നമുക്ക് ഡബിൾ ലെയർ വൈൻഡിങ്ങും ഒക്കെ പറ്റും. അപ്പോൾ ദെർഫോർ ആക്ച്വൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ എത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് വരുന്നു നോക്കാം. ആക്ച്വൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഈസ് 20 ഇൻറ്റു 72, 72 സ്ലോട്ടാണ്. അപ്പോൾ 20 ഇൻറ്റു 72 1440 number of conductors. So actual turns per phase it is 1440 divided by 6, 240 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പം നേരത്തെ 230 ആയിരുന്നു നമ്മുടെ ഈ ടേൺസ് പെർ ഫേസ്. See the computed value of the number of turns per phase. ടേൺസ് പെർ ഫേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടഡ് വാല്യൂ ടേൺസ് പെർ ഫേസ് 230.9 ടേൺസ് പെർ ഫേസ് നമുക്ക് കിട്ടിയത് 230.9 എന്ന 230 എന്നാണ് എടുത്തത്. അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴത് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ഒരു സ്ലോട്ടിൽ 19.16 കണ്ടക്ടേഴ്സ് കൊടുക്കുന്നതിനായി 20 ആക്കിയാൽ ഒരു സ്ലോട്ടിൽ 20 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് 19.16 ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. 19 ഒന്നിൽ കൊടുക്കണം. 19 കൊടുത്താൽ ഇതേ സിറ്റുവേഷൻ വരും. 19 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ലെയർ വൈൻഡിങ് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 20 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൊടുക്കുന്നു. 20 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര മൊത്തം കണ്ടക്ടേഴ്സ് വരുന്നത് 20 ഇൻറ്റു 72, 72 സ്ലോട്ടുകളിലും കൂടി 1440 കണ്ടക്ടേഴ്സ് വരും. അപ്പോൾ ആക്ച്വൽ ടേൺസ് പെർ ഫേസ് യഥാർത്ഥത്തിൽ വരുന്ന ടേൺസ് പെർ ഫേസ് എപ്പോഴും കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ 6 ആണ്. മൊത്തമുള്ള കണ്ടക്ടേഴ്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ടേൺസ് പെർ ഫേസ് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 240 ടേൺസ് വരും. 230 പകരം 240 വരും. 230 240 എന്ന് പറയുകയാണെങ്കിൽ 4% ഇൻക്രീസ് ഇൻ ടേൺസ് പെർ ഫേസ്. 10 ടേൺസ് ഇവിടെ കൂടി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് വന്നു? 10 ഡിവൈഡഡ് ബൈ, അപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 230 ഗുണ 100. ഇതെന്ന് പറഞ്ഞാൽ 4%, 0.04 എന്ന് പറഞ്ഞാൽ 4%. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 4% കൂട്ടേണ്ടി വന്നു. സോ 4%, ദർ ഈസ് 4% ഇൻക്രീസ് ഇൻ ടേൺസ് പെർ ഫേസ്. അപ്പോൾ ഈ വോൾട്ടേജ് ഇക്വേഷനിൽ ഇൻ ഓർഡർ ടു ഹാവ് ദ സെയിം വോൾട്ടേജ് നേരത്തെ പറഞ്ഞ മാതിരി EPH ഈക്വൽ ടു 4.44 KW ഇൻറ്റു F ഇൻറ്റു 5 ഇൻറ്റു TPH. അപ്പോൾ TPH ഇവിടെ 4% കൂടിയപ്പോൾ ഫ്ലക്സ് കുറയ്ക്കണം. ബി ആവറേജ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 4%. കുഴപ്പമൊന്നുമില്ല. ബി ആവറേജ് നമ്മൾ എത്ര വാല്യൂ ഉദ്ദേശിച്ചിരുന്നോ അതിൽ നിന്നൊരു 4% കുറച്ച് കൊടുത്താൽ വോൾട്ടേജും തുല്യമായിട്ട് വരും. അപ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം. സോ ദാറ്റ് ഈസ് മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദി വാല്യൂ ഓഫ് ദ ബി ആവറേജ്. ബി ആവറേജ് നേരത്തെയുള്ള നമ്മൾ ഉപയോഗിച്ച ബി ആവറേജ് 0.6 ആണെന്ന് തോന്നുന്നു. അത് വേണ്ട, അതൊരു 4% കുറച്ച് നമ്മൾ ബി ആവറേജ് നമുക്ക് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും.